Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെൽ ഫോൺ സെക്യൂരിറ്റി. അതിനകത്ത് UMTS or 3G. UMTS is a 3G mobile cellular system for networks based on the GSM standard. GSM സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആയിട്ടാണ് UMTSനെ പറയുന്നത്. സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നത് GSM ആണ്. It provides a service such as mobile, internet, multimedia messaging, video conferencing, etc. Signaling message in UMTS are authenticated and integrity protected. Hence, the false base station attack is not possible in UMTS. ഇതിൽ കുറച്ചും കൂടെ ഓതൻറ്റിക്കേറ്റഡ് ആൻഡ് ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ GSM പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫോൾസ് ബേസ് സ്റ്റേഷൻ അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ദെൻ നമ്മൾ GSMൽ പറഞ്ഞതാണ് അവിടെ സിം നെറ്റ്വർക്കിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യും, ബട്ട് നെറ്റ്വർക്ക് സിമ്മിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ UMTSൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് സപ്പോർട്ട് മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ, അതായത് സിം നെറ്റ്വർക്കിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യും, സെയിം അതുപോലെ തന്നെ നെറ്റ്വർക്ക് സിമ്മിലും ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ UMTS supports mutual authentication. The SIM card and the network agree on an encryption key and also a key for integrity protection of messages. Any data and signaling messages are encrypted. Both integrity protection and encryptions are based on 128-bit block cipher. ഇവിടെ ഡാറ്റ ആൻഡ് സിഗ്നലിംഗ് മെസ്സേജസ് ആർ എൻക്രിപ്റ്റഡ് ആണ്. നമ്മളെ മെസ്സേജസും ഡാറ്റ ട്രാൻസ്ഫറിങ് എല്ലാം ഇവിടെ എൻക്രിപ്റ്റഡ് ആണ്. ബോത്ത് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻക്രിപ്ഷൻ. ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, ഇവിടെ എൻക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. എൻക്രിപ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ 128-bit block cipher. Messages on all wireless links are encrypted ആണ്. UMTS also address network domain സെക്യൂരിറ്റി. ഇവിടെ GSMനേക്കാളും കുറച്ചും കൂടെ സെക്യൂരിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എൻക്രിപ്ഷനും ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻസും ഇവിടെ കുറച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ അടുത്തത് പോകുന്നത് UMTSൻ്റെ ആർക്കിടെക്ചറാണ്. ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ മോഡൽ കൊടുത്തിട്ടുണ്ട്. UMTS ആർക്കിടെക്ചറിൻ്റെ യൂസർ എക്യുപ്മെൻ്റ് ഉണ്ട്. ദെൻ യൂസർ എക്യുപ്മെൻറ്റ് RNSുമായിട്ട് കണക്റ്റഡ് ആണ്. RNS ഒരു UMTS കോർ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആണ്. കോർ നെറ്റ്വർക്കിൽ നമ്മൾ MSC, GMSC, SGSN, GGSN, പിന്നെ HLR, EIR, AUC. ദെൻ ഇത് കോർ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തോട്ടേക്ക് GMSC PSTNുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. GGSN ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു ദ പബ്ലിക് നെറ്റ്വർക്ക്. അത് പബ്ലിക് നെറ്റ്വർക്കാണ്. അപ്പം ഇത് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം ഈ ഒരു മോഡൽ ഓർത്ത് വെക്കുക. ദെൻ എന്താണ് ആ മോഡൽസ് എന്ന് പറയുക? UMTS നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ എലമെൻറ്റ്സ് ആയിട്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എലമെൻ്റ് ആണ് യൂസർ എക്യുപ്മെൻറ്റ്. യൂസർ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫോൺ, മൊബൈൽ ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വോയിസ് നമ്മൾ കോൾ ചെയ്യുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ യൂസറിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് എക്യുപ്മെൻ്റ് ആയിരിക്കണം, ഫൈനൽ എക്യുപ്മെൻ്റ് ആയിരിക്കണം ഈ മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒരു ഈ സിഗ്നലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഒന്നുകിൽ അത് ഇറ്റ് ക്യാൻ ഓൾസോ ബി എനിത്തിങ് ബിറ്റ്വീൻ മൊബൈൽ ഫോൺ യൂസ്ഡ് ഫോർ ടോക്കിംഗ് ടു ഡാറ്റ ടെർമിനൽ അറ്റാച്ച് ടു എ നെറ്റ്വർക്ക് വിത്ത് നോ വോയിസ് കാപ്പബിലിറ്റി. നമുക്ക് ഒന്നുകിൽ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് യൂസ്ഫുള്ളായിട്ടുള്ള. ദെൻ റേഡിയോ നെറ്റ്വർക്ക് സബ് സിസ്റ്റം. ഈ റേഡിയോ നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ നമ്മൾ യൂട്രാൻ എന്ന് പറയും. ദാറ്റ് ഈസ് UMTS റേഡിയോ ആക്സസ് നെറ്റ്വർക്ക്. ഇത് നമ്മൾ ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കോർ നെറ്റ്വർക്കും യൂസർ എക്യുപ്മെൻറ്റും തമ്മിലൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സിഗ്നൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതിനാണ് റേഡിയോ നെറ്റ്വർക്ക് സബ് സിസ്റ്റം നമ്മൾ പറയുന്നത്. ആക്ട് ആസ് എ ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. നമ്മൾ ബേസ് സ്റ്റേഷനായിട്ടോ ബേസ് സ്റ്റേഷൻ കൺട്രോളറായിട്ട് അങ്ങനെയുള്ള ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റമായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഇൻ GSM. ഇറ്റ് പ്രൊവൈഡ് ആൻഡ് മാനേജ് ദ എയർ ഇൻ്റർഫേസ് ഫോർ ദ ഓവറോൾ നെറ്റ്. ഞാൻ പറഞ്ഞ പോലെ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ കോർ നെറ്റ്വർക്ക്. ദ കോർ നെറ്റ്വർക്ക് പ്രൊവൈഡ് all the central processing and management for the system. എല്ലാ സെൻട്രൽ നെറ്റ്വർക്ക്സും ഇവിടെ കണക്ട് ആണ്. അതായത് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു
കോർ നെറ്റ്വർക്കിൽ MSc ഉണ്ട്. അതായത് നമുക്ക് 2 തരത്തിലാണ് നമുക്ക് UMTS യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സർക്യൂട്ട് സ്വിച്ചിനും ഒന്ന് പാക്കറ്റ് സ്വിച്ചിനും വേണ്ടിയിട്ടാണ്. സർക്യൂട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കോളിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ കോർ നെറ്റ്വർക്കിൽ ഈ രണ്ടിനുള്ള സെൻട്രൽ പ്രോസസ്സിംഗ് ആണ്, മാനേജ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൽ 3 എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. യൂസർ എക്യുപ്മെൻറ്റ്, റേഡിയോ നെറ്റ്വർക്ക് സിസ്റ്റം, കോർനെറ്റ്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. അടുത്ത യൂസർ എക്യുപ്മെൻറ്റ് എന്താ? യൂസർ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഇൻ്റർഫേസ് വിത്ത് ദ user in view of far greater number of application and facility that it can perform. The decision was made to call it user equipment rather than a mobile. ഇതിൽ നമ്മൾ യൂസർ എക്യുപ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ ആപ്ലിക്കേഷൻ കോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ മൊബൈലിൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, അതൊക്കെ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. എസെൻഷ്യലി ദ ഹാൻഡ്സെറ്റ് ഓൾദോ ഹാവിങ് ആക്സസ് ടു മച്ച് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ നെറ്റ്വർക്ക്സ് ഒക്കെ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും എല്ലാം ഇത് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻക്ലൂഡിങ് RF സർക്യൂട്ടറി, പ്രോസസ്സിംഗ്, ആൻറ്റിന, ബാറ്ററി എക്സെട്ര. യൂസർ എക്യുപ്മെൻറ്റിനകത്ത് തന്നെ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ RF സർക്യൂട്ടറി പറയും, ആൻറ്റിന, ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ് വിത്തിൻ ദ യൂസർ എക്യുപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇതിലൊരു RF സർക്യൂട്ടറി ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ എക്യുപ്മെൻറ്റ് RF സർക്യൂട്ടറി ചെയ്യുന്നത്. ഇത് സിഗ്നൽസിനെ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബേസ് ബാൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് കൺസിഡറബിളി മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ യൂസ്ഡ് ഇൻ ഫോൺ ഫോർ പ്രീവിയസ് ജനറേഷൻ. അതായത് നമ്മൾ പ്രീവിയസ് ജനറേഷന് അതായത് നമ്മൾ GSM എന്ന് ഇതിലോട്ടേക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ദിസ് നമ്മളെ സിഗ്നൽ ട്രാൻസ്ഫറിങ് എല്ലാം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അഗെയിൻ ദിസ് ഹാസ് ബീൻ ആ സമയത്ത് തന്നെ ഇത് എന്തും ചെയ്യണം, നമ്മുടെ കറണ്ട് കൺസപ്ഷൻസ് റിഡ്യൂസ് ചെയ്യും വേണം. ഇപ്പോൾ GSMൽ അതുപോലെ പറ്റില്ലെങ്കിലും നമ്മൾ സിഗ്നലിൻ്റെ കോംപ്ലിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് കൺസപ്ഷൻസും കൂടാൻ പാടില്ല. അപ്പോൾ അതിനെയും ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇതിന് പറ്റണം. ദെൻ അതുപോലെ ബാറ്ററി. ഇപ്പം ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇൻക്രീസ് ഇൻ കറണ്ട് ഡ്രെയിൻ ഓൺ എ ബാറ്ററി. സോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ബാറ്ററീൻ്റെ ടെക്നോളജിയിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ബാറ്ററീൻ്റെ ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഒരു ഫോൺ വാങ്ങിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററീൻ്റെ ലൈഫ് ടൈം എത്രയാണ്, അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ഈ കുറേ ആപ്ലിക്കേഷൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബാറ്ററീൻ്റെ ലൈഫ് ടൈമും കൂടാൻ പറ്റണം. ദെൻ ദ യൂസർ എക്യുപ്മെൻറ്റ് ഓൾസോ കണ്ടെയ്ൻഡ് എ സിം കാർഡ്, ഓൾദോ ഇൻ കേസ് ഓഫ് UMTS ഇറ്റ് ഈസ് ടേംഡ് ആസ് USIM, Universal Subscriber Identity Module. This is a more advanced version of the SIM card used in GSM and another system, but embodies the same type of information. It contains the International Mobile Subscriber Identity Number as well as Mobile Station International ISDN Number, MSISDN. അതായത് നമ്മൾ കുറച്ചും കൂടെ മോർ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും സിമ്മിൻ്റെത്. ഇതിനകത്തുള്ള GSMലെ സിമ്മിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ സിമ്മ് വാങ്ങിക്കുമ്പോൾ 2G സിം, 3G സിം അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും. നെക്സ്റ്റ് റേഡിയോ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ആണ്. ഇറ്റ്സ് എ സെക്ഷൻ ഓഫ് 3G UMTS നെറ്റ്വർക്ക് ദാറ്റ് ഇൻ്റർഫേസസ് ടു ബോത്ത് UE ആൻഡ് കോർ നെറ്റ്വർക്ക്. ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസർ എക്യുപ്മെൻറ്റിനെയും കോർ നെറ്റ്വർക്കിനെയും ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റേഡിയോ നെറ്റ്വർക്ക്സ്. സിഗ്നൽസിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ ഇത് നമ്മൾ GSMൽ യൂസ് ചെയ്ത ബേസ് സ്റ്റേഷനുമായി ആക്റ്റീവ്. ഓൾ റേഡിയോ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് UTRAN, UMTS റേഡിയോ ആക്സസ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ UTRAN എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇതിൻ്റെ കോർ നെറ്റ്വർക്കാണ്. എന്താണ് കോർ നെറ്റ്വർക്ക്? The 3G UMTS core network architecture is a migration of that used for GSM with further element overlay to enable the additional functionality demonstrated by UMTS. ഇത് additional functionalities ഒക്കെയാണ് ഇവിടെ
റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻ വ്യൂ ഓഫ് ഡിഫറെൻറ്റ് വേ ഇൻ വിച്ച് ഡാറ്റ മേ ബി ക്യാരി ദ UMTS കോർ നെറ്റ്വർക്ക് മേ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഏരിയാസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 ഡിഫറെൻറ്റ് ഏരിയാസിലാണിത്. ഒന്ന് സർക്യൂട്ട് സ്വിച്ച്ഡ് എലമെൻറ്റ്, ഒന്ന് പാക്കറ്റ് സ്വിച്ച്ഡ് എലമെൻറ്റ്. സർക്യൂട്ട് സ്വിച്ച്ഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോളിങ്ങിനെയാണിത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ പാക്കറ്റ് സ്വിച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റ ട്രാൻസ്ഫറിങ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരുന്നതിനാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. First one, circuit switched element. The elements are primarily based on the GSM network entities and carry data in circuit switched data manner. That is permanent channel for duration of the call. Call duration calling ഇന്റെയാണ് ബേസ് ചെയ്തിട്ടാണ് സർക്യൂട്ട് സ്വിച്ച്ഡ് എലമെന്റ് പറയുന്നത്. Then packet switched element. These network entities are designed to carry packet data. This enables much higher speed usage as the capacity can be shared and data is carried as packet which are routed according to the destination. നമ്മളിവിടെ പാക്കറ്റ് ഡാറ്റയാണ്. ഇവിടെ കപ്പാസിറ്റി ക്യാൻ ബി ഷെയർഡ് ആൻഡ് ഡാറ്റ ഈസ് ക്യാരിഡ് ആസ് പാക്കറ്റ്സ് വിച്ച് ആർ റൂട്ടഡ് അക്കോർഡിംഗ് ടു ദ ഡെസ്റ്റിനേഷൻ. നമുക്കിതിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് എല്ലാം കുറച്ചും കൂടെ ഹൈ നെറ്റ്വർക്ക് ഹൈ സ്പീഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ ഈസ് ക്യാരിഡ് ആസ് എ പാക്കറ്റ്സ് വിച്ച് ആർ റൂട്ടഡ് അക്കോർഡിംഗ് ടു ദ ഡെസ്റ്റിനേഷൻ. പാക്കറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ സർക്യൂട്ട് സ്വിച്ച്ഡ് എലമെൻറ്റ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എലമെൻറ്റ്സ് ഓഫ് UMTS കോർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഇൻക്ലൂഡ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് എൻറ്റിറ്റീസ്. നമ്മൾ സർക്യൂട്ട് സ്വിച്ച്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളിംഗ് ആണ്. അപ്പോൾ അതിൽ GSM പോലെ തന്നെ നമുക്കിവിടെ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും ഉണ്ട്, അതുപോലെ ഗേറ്റ് വേ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും ഉണ്ട്. ഇവിടെ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മളെ കോളിങ്ങിനെ മാനേജ് ചെയ്യാൻ, മൊബിലിറ്റി മാനേജ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളെ ബില്ലിങ്, കോളിൻ്റെ ബില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മളെ കോള് വരുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിലോട്ടേക്കാണ്, അതാണ് ഫോർവേഡ് ചെയ്യുന്നത്. ആ സെയിം ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ UMTSൽ നടക്കുന്നത്. ഇവിടെ സർക്യൂട്ട് സ്വിച്ച്ഡ് എലമെൻറ്റ്, അതായത് കോളിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയാണ് കിട്ടുന്നത്. ദെൻ ഗേറ്റ് വേ MSC എന്ന് പറയുന്നത്, ദിസ് ഈസ് എഫക്റ്റീവ്ലി ദ ഇൻ്റർഫേസ് ടു എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. എക്സ്റ്റേണൽ നെറ്റ്വർക്ക് അതായത് PSTN വായിച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ MSC യൂസ് ചെയ്യുന്നത്. MSC എന്ന് പറയുന്നത് നമ്മൾ GSMൽ യൂസ് ചെയ്ത സെയിം ഫങ്ഷണാലിറ്റീസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. B എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ച്ഡ് എലമെൻറ്റ്സ് ആണ്. പാക്കറ്റ് സ്വിച്ച്ഡ് എലമെൻറ്റ്സ് ഓഫ് 3G UMTS കോർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഇൻക്ലൂഡ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് എൻറ്റിറ്റീസ്. അതിനകത്തുള്ളത് സർവിങ് GPRS സപ്പോർട്ട് നോഡ്, SGSN. ഇവിടെ SGSN എന്ന് പറയുന്നത് ഡാറ്റേനെ സപ്പോർട്ട് ചെയ്യാം, പാക്കറ്റ് സ്വിച്ചിങ്, പാക്കറ്റ് ഡാറ്റസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ദിസ് എൻറ്റിറ്റി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് വെൻ GPRS വാസ് ഇൻട്രൊഡ്യൂസ്. GPRSന് വേണ്ടിയിട്ടാണ് SGSN നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇറ്റ് യൂസ് ഹാസ് ബീൻ ക്യാരിഡ് ഓവർ ഇൻ ടു UMTS നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. SGSN പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷണാലിറ്റീസ് പറയുന്നത് മൊബിലിറ്റി മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ പറഞ്ഞു പാക്കറ്റ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട്. വെൻ എ UE അറ്റാച്ച് ടു പാക്കറ്റ് സ്വിച്ച് ഡൊമെയിൻ of the UMTS core network, the SGSN generate information, multimedia information based on the mobile's current location. Mobility management, mobility എന്താണെന്ന് നമുക്കറിയാം, കറണ്ട് ലൊക്കേഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മൊബിലിറ്റി മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ സെഷൻ മാനേജ്മെൻറ്റ്, SGSN മാനേജ് ദ ഡാറ്റ സെഷൻ പ്രൊവൈഡ് റിക്വയർഡ് ക്വാളിറ്റി ഓഫ് സർവീസ് ആൻഡ് ഓൾസോ മാനേജിങ് വാട്ട് ആർ ടേംഡ് ഇൻ ദ പാക്കറ്റ് ഡാറ്റ പ്രോട്ടോക്കോൾ. നമ്മൾ ഈ പാക്കറ്റ് ഡാറ്റ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. ദെൻ ഇൻട്രാക്ഷൻ വിത്ത് അതർ ഏരിയ ഓഫ് നെറ്റ്വർക്ക്, വേറെ നെറ്റ്വർക്സുമായിട്ട്, ഒരു നെറ്റ്വർക്ക് വേറെ നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ. The SGSN is able to manage its element within the network only by communicating with other area of network. ഒരു ഏരിയയിലുള്ള നെറ്റ്വർക്ക് വേറെ ഏരിയയിലുള്ള നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളെ MSC കോളിങ്ങിൻ്റെ ബില്ലിങ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഡാറ്റാൻ്റെ ബില്ലിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. ബില്ലിങ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ബില്ലിങ്. ഇറ്റ് അച്ചീവ് ദിസ് ബൈ മോണിറ്ററിങ് ദ ഫ്ലോ ഓഫ് യൂസർ ഡാറ്റ അക്രോസ് ദ GPRS നെറ്റ്വർക്ക്. ഇത് നമ്മളെ ഡാറ്റേൻ്റെ ബില്ലിംഗ് ഒക്കെ കൗണ്ട് ചെയ്യുന്നുമുണ്ട്.
സോ നമ്മളിവിടെ SGSൻ്റെ ഫങ്ഷൻസാണ് പഠിച്ചത്. മൊബിലിറ്റി മാനേജ് ചെയ്യുന്നുണ്ട്, ദെൻ സെഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻട്രാക്ഷൻ വിത്ത് അതർ ഏരിയ ഓഫ് നെറ്റ്വർക്ക്, ദെൻ ബില്ലിംഗ്. ദെൻ നമ്മൾ പറഞ്ഞ ഒരു ഗേറ്റ് വേ GPRS സപ്പോർട്ട് നോഡ് GGSN ഉണ്ട്. ഇറ്റ് ഹാൻഡിൽസ് ഇന്റർ വർക്കിംഗ് ബിറ്റ്വീൻ UMTS പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ആൻഡ് എക്സ്റ്റേണൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഇതൊരു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞത്. ഇതാണ് നമ്മൾ ആർക്കിടെക്ചർ. ഇവിടെ യൂസർ എക്യുപ്മെൻ്റ് ഉണ്ട്. യൂസർ എക്യുപ്മെൻ്റ് RNSുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. RNS എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർഫേസ് ആണ്. GSMലെ പോലെ സെയിം നമ്മൾ BSS ആയിട്ട് ആക്ട് ചെയ്യുന്നു, ബേസ് സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ഇവിടെ കോർ നെറ്റ്വർക്ക് ഉണ്ട്. കോർ നെറ്റ്വർക്കിനകത്ത് സർക്യൂട്ട് സ്വിച്ചിങ്ങും ഉണ്ട്, പാക്കറ്റ് സ്വിച്ചിങ്ങും ഉണ്ട്. സർക്യൂട്ട് സ്വിച്ചിങ് കോളുമായിട്ട് കണക്റ്റഡ് ആണ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് MSC GMSC. ദെൻ പാക്കറ്റ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SGSN GGSN ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഇവിടെ നമ്മൾ ഷെയർഡ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുന്നേ GSMൽ പഠിച്ച കാര്യമാണ്. ഷെയർഡ് എലമെൻറ്റ്സ് ഓഫ് 3G UMTS കോർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഇൻക്ലൂഡ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് എൻറ്റിറ്റി. നമ്മൾ അതിൽ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ട്, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ഉണ്ട്, ഓതൻറ്റിക്കേഷൻ സെൻറ്റർ ഉണ്ട്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ദിസ് ഡാറ്റ കണ്ടെയ്ൻ ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് സബ്സ്ക്രൈബർ അലോങ് വിത്ത് ദ ലാസ്റ്റ് ലൊക്കേഷൻ. അതിങ്ങനെയുള്ള സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽ ആണ് ഉണ്ടാവുക. ദെൻ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത് EIR is entity that decide whether a given user equipment may be allowed onto the network. Each user equipment has a number known as the International Mobile Equipment Identity. അതായത് ഓരോ യൂസറിൻ്റെ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റിയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ ഓതൻറ്റിക്കേഷൻ സെൻറ്റർ ഇതിലെന്ന് പറയുന്നത് AUC ഈസ് എ പ്രൊട്ടക്റ്റഡ് ഡാറ്റാബേസ് ദാറ്റ് കണ്ടെയ്ൻ ദ സീക്രട്ട് കീ ഓൾസോ കണ്ടെയ്ൻ ഇൻ ദ യൂസേഴ്സ് സിം കാർഡ്. യൂസറിൻ്റെ യൂണിവേഴ്സൽ സിം കാർഡിലുള്ള ഓതൻറ്റിക്കേഷൻ സീക്രട്ട് കീ ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് UMTS സെക്യൂരിറ്റി. ഇതാണ് നമ്മൾ UMTSൻ്റെ ഫിഗർ. ഈ ഫിഗറിലോട്ടേക്ക് നമുക്ക് വരാം. ഈ ഫിഗർ തന്നെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സെൽഫോൺ ഉണ്ട്, ബേസ് സ്റ്റേഷൻ കൺട്രോളർ ഉണ്ട്, ദെൻ വിസിറ്റർ നെറ്റ്വർക്ക് ഉണ്ട്, ഹോം നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ സെയിം GSMൽ പഠിച്ച അതേ ഫിഗർ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഓതൻറ്റിക്കേഷനും പ്രൊട്ടക്ഷൻ വ്യത്യാസപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ചില ചേഞ്ചസ് മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കി എല്ലാ കാര്യവും സെയിം. ദെൻ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇവിടെ ബോത്ത് നെറ്റ്വർക്ക് ആൻഡ് മൊബൈൽ സ്റ്റേഷൻ സപ്പോർട്ട് ഓൾ സെക്യൂരിറ്റി മെക്കാനിസംസ് ഓഫ് UMTS. ഓതൻറ്റിക്കേഷൻ ആൻഡ് കീ അഗ്രിമെൻറ്റ് ഈസ് ആസ് ഫോളോസ്. എങ്ങനെയാണ് ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The mobile station and the base station is to establish a radio resource control കണക്ഷൻ. ഇവിടെ മൊബൈൽ സ്റ്റേഷനും ബേസ് സ്റ്റേഷനും തമ്മിൽ റേഡിയോ ലിങ്കാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കണക്ഷൻ ദ മൊബൈൽ സ്റ്റേഷൻ സെൻഡ് ഇറ്റ്സ് സെക്യൂരിറ്റി കാപ്പബിലിറ്റി ടു ദ ബേസ് സ്റ്റേഷൻ. ആദ്യം മൊബൈൽ സ്റ്റേഷൻ ഒരു കണക്ഷൻ വേണ്ടിയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദ മൊബൈൽ സ്റ്റേഷൻ സെൻഡ് സെക്യൂരിറ്റി കാപ്പബിലിറ്റി ബേസ് സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്യും. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ മൊബൈൽ സ്റ്റേഷൻ ഒരു സെക്യൂരിറ്റി കാപ്പബിലിറ്റി ടു ബേസ് സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്യും. ദ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് UMTS ഇൻറ്റഗ്രിറ്റി ആൻഡ് എൻക്രിപ്ഷൻ അൽഗോരിതം സപ്പോർട്ട് ആൻഡ് പോസിബിളി GSM എൻക്രിപ്ഷൻ കാപ്പബിലിറ്റി ആസ് വെൽ. അതിനകത്ത് ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ UMTS ഇൻറ്റഗ്രിറ്റി ആൻഡ് എൻക്രിപ്ഷൻ അൽഗോരിതം സപ്പോർട്ടഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു സെക്യൂരിറ്റി കാപ്പബിലിറ്റി encryption capability sending. The mobile station sends its temporary identity TMSI current to the network. നെറ്റ്വർക്കിലോട്ടേക്ക് അത് സെൻഡ് ചെയ്യും. If the network cannot solve TMS, നമ്മൾ ആദ്യം തന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ടെമ്പററി ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാൻ പറ്റില്ല. He asks the mobile station to send the പെർമനൻ്റ് ഐഡൻറ്റിറ്റി. ടെമ്പററി വെച്ചിട്ട് നമുക്ക് ഒരു ഇനീഷ്യൽ ഓതൻറ്റിക്കേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് മൊബൈൽ സ്റ്റേഷൻ്റെ അടുത്ത്
പെർമനൻ്റ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ആസ്ക് ചെയ്യും. ദെൻ അത് IMSI സെൻഡ് ചെയ്ത് കൊടുക്കും. IMSI is a permanent one. അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ വിസിറ്റർ നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഓതൻറ്റിക്കേഷൻ, അപ്പം വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് IMSI സെൻഡ് ചെയ്ത് കൊടുക്കും. ദ വിസിറ്റർ നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഓതൻറ്റിക്കേഷൻ ഓഫ് ദ ഹോം നെറ്റ്വർക്ക് ഓഫ് ദ മൊബൈൽ സ്റ്റേഷൻ. വിസിറ്റർ നെറ്റ്വർക്ക് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ഹോം നെറ്റ്വർക്കിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം, ഒരു കോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സെക്യൂരിറ്റി കാപ്പബിലിറ്റി സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ അത് TMSI സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇനീഷ്യൽ ഓതൻറ്റിക്കേഷന് TMSI പറ്റില്ല, പെർമനൻ്റ് ഐഡൻറ്റിറ്റി വേണ്ടതുകൊണ്ട് IMSI സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ മൊബൈൽ സ്റ്റേഷൻ വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് IMSI സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ അത് കിട്ടിയ ഉടനെ വിസിറ്റർ നെറ്റ്വർക്ക് ഹോം നെറ്റ്വർക്കിലോട്ടേക്ക് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് പാസ് ചെയ്യും. നമ്മൾ ഈ ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ഹോം നെറ്റ്വർക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹോം നെറ്റ്വർക്ക് റിട്ടേൺ എ റാൻഡം ചലഞ്ച് റാൻഡ് ദ കറസ്പോണ്ടിങ് ഓതൻറ്റിക്കേഷൻ ടോക്കൺ, ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ്, XRES, ഇൻറ്റഗ്രിറ്റി കീ ആൻഡ് എൻക്രിപ്ഷൻ കീ. അങ്ങനെ 5 ഡീറ്റെയിൽസ് ആണ് ഇതിൽ സെൻഡ് ചെയ്യുന്നത്. റാൻഡ്, ഓതൻറ്റിക്കേഷൻ ടോക്കൺ, XRES, IK, CK, ഇത്രയും ഡീറ്റെയിൽസ് ഹോം നെറ്റ്വർക്ക് കമ്പ്യൂട്ട് ചെയ്യും. ദെൻ ഈ 5 ഡീറ്റെയിൽസ് വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. Then visitor network send random authentication challenge and authentication token to mobile station. Visitor network അതിൻ്റെ അകത്ത് റാൻഡം authentication token മാത്രമേ മൊബൈൽ സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മൊബൈൽ സ്റ്റേഷൻ ചെക്ക് ഓതൻറ്റിക്കേഷൻ ടോക്കൺ ആൻഡ് കാൽക്കുലേറ്റ് ദ ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ്. ഇഫ് ഓതൻറ്റിക്കേഷൻ ഈസ് കറക്റ്റഡ് ദ മൊബൈൽ സ്റ്റേഷൻ ഇഗ്നോർ ദ മെസ്സേജ്. ഓതൻറ്റിക്കേഷൻ മൊബൈൽ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ടോക്കണ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ തിരിച്ച് റെസ്പോൺസ് ചെയ്യും. മൊബൈൽ സ്റ്റേഷൻ സെൻഡ് ഇറ്റ്സ് SRES ടു ദ വിസിറ്റർ നെറ്റ്വർക്ക്. അത് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ടോക്കൺ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് SRES കാൽക്കുലേറ്റ് ചെയ്യും. അത് വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. വിസിറ്റർ നെറ്റ്വർക്ക് ചെക്ക് XRES ഈസ് ഈക്വൽ ടു SREF. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും ഇത് ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബർ ആണെന്ന് മനസ്സിലാവും. Then ഈ visitor network check if XRES is equal to SRES and decide which security algorithm radio subsystem is allowed to use. അതിനുശേഷം അത് ഐഡൻറ്റിഫൈ ചെയ്യും ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത് ഫോർ എൻക്രിപ്ഷൻ. ദ വിസിറ്റർ നെറ്റ്വർക്ക് സെൻഡ് ദ അൽഗോരിതം അഡ്മിറ്റ് ടു ദ റേഡിയോ സബ്സിസ്റ്റം. റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ഡിസൈഡ് പെർമിറ്റ് അൽഗോരിതം ടു യൂസ്. ഏത് അൽഗോരിതമാണ് എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടതെന്ന് രണ്ടാളും ഐഡൻറ്റിഫൈ ചെയ്യും. Then radio access network inform the mobile station of their choice in the security mode command message. മൊബൈൽ സ്റ്റേഷന് റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ഇൻഫോം ചെയ്യും ഏത് സെക്യൂരിറ്റി ഇൻഫർമേഷനാണ്, ഏത് എൻക്രിപ്ഷൻ മെസ്സേജസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദ മെസ്സേജ് ഓൾസോ ഇൻക്ലൂഡ് ദ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഫീച്ചർ റിസീവ് ഫ്രം ദ മൊബൈൽ സ്റ്റേഷൻ. ദ മെസ്സേജ് ഈസ് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റഡ് വിത്ത് ഇൻറ്റഗ്രിറ്റി കീ. ദെൻ അവർ തമ്മിലൊരു ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തു. ദ മൊബൈൽ സ്റ്റേഷൻ കൺഫേം ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് വെരിഫൈ ദ അക്യുറസി ഓഫ് സേഫ്റ്റി ഫങ്ഷൻ. ദെൻ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ സെക്യൂരിറ്റിയിൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെൽഫോൺ സിം കാർഡ് ഉണ്ട്. സെൽഫോൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ബേസ് സ്റ്റേഷനിലോട്ടേക്ക് ഒരു സെക്യൂരിറ്റി കാപ്പബിലിറ്റി സെൻഡ് ചെയ്യും കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ അടുത്തത് അത് വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് IMSI സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ വിസിറ്റർ നെറ്റ്വർക്കിന് IMSI കിട്ടിക്കഴിഞ്ഞാൽ അത് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ഹോം നെറ്റ്വർക്കിലോട്ടേക്ക് പാസ് ചെയ്യും. ഹോം നെറ്റ്വർക്ക് അവിടെ നിന്ന് റാൻഡ്, XRES, CK, IK, ഓതൻറ്റിക്കേഷൻ ടോക്കൺ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. വിസിറ്റർ നെറ്റ്വർക്ക് അവിടുന്ന് റാൻഡം ഓതൻറ്റിക്കേഷൻ ഫംഗ്ഷനും മൊബൈൽ സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്യും. മൊബൈൽ സ്റ്റേഷൻ ആ ഓതൻറ്റിക്കേഷൻ ടോക്കണെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അതൊരു SRES കമ്പ്യൂട്ട് ചെയ്യും. അത് വിസിറ്റർ നെറ്റ്വർക്കിലോട്ടേക്ക് സെൻഡ് ചെയ്യും. വിസിറ്റർ നെറ്റ്വർക്ക് SRESനെയും XRESനെയും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ ഈ മൊബൈൽ സ്റ്റേഷനും വിസിറ്റർ നെറ്റ്വർക്കും തമ്മിലൊരു ഓതൻറ്റിക്കേഷൻ അവർ വെരിഫൈ ചെയ്യും. അവർ തമ്മിലുള്ളൊരു ഓതൻറ്റിക്കേഷൻ മെസ്സേജസ് പാസ് ചെയ്യും. ദെൻ വിസിറ്റർ നെറ്റ്വർക്ക് അലൗഡ് ക്രിപ്റ്റോ അൽഗോരിതം
CK-IK ടു ബേസ് സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്യും. ബേസ് സ്റ്റേഷൻ അത് സെക്യൂരിറ്റി മോഡ് കമാൻഡ് അൽഗോരിതം കാപ്പബിലിറ്റി സെൽഫോണിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ അവർ തമ്മിലൊരു all subsequent user message encryption using CK, all subsequent signaling messages integrity protected using IK. ഇത്രയും കാര്യമാണ് ഇവിടെ സെക്യൂരിറ്റിയിൽ നടക്കുന്നത്. അടുത്ത് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് UMTS ആണ് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ഡാറ്റ റേറ്റ്. ഇതിൽ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കും. ദെൻ സപ്പോർട്ട് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ സച്ച് ആസ് വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫോട്ടോഗ്രാഫി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വാല്യൂ ആഡ് സർവീസസ് ലൈക്ക് മൊബൈൽ, TV, GPS, വീഡിയോ കോള്, വീഡിയോ കോൺഫറൻസ്, ഇതൊക്കെ ഇവിടെ പോസിബിൾ ആണ്. ദെൻ ഹൈ സ്പീഡ് മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസിങ് ഉണ്ട്. ദെൻ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് UMTS ആണ് പറയുന്നത്. റിക്വയർ 3G കാപ്പബിലിറ്റി ഹാൻഡ്സെറ്റ്. നമുക്കിവിടെ 3G സപ്പോർട്ട് ചെയ്യുന്ന ഹാൻഡ്സെറ്റ് തന്നെ ആവശ്യമുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് അപ്ഗ്രേഡിംഗ് ടു 3G ഡിവൈസ് ഈസ് എക്സ്പെൻസീവ്. 3G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ പവർ കൺസപ്ഷൻ ഈസ് ഹൈ. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നിൽക്കണമെങ്കിൽ കുറച്ച് ഇതെടുക്കും. പവർ കൺസപ്ഷനും ഇതിൽ ഹൈ ആണ്. ദെൻ 3G റിക്വയർ ക്ലോസർ ബേസ് സ്റ്റേഷൻ വിച്ച് ഈസ് എക്സ്പെൻസീവ്. ഇതിനടുത്തടുത്ത് നമുക്ക് ബേസ് സ്റ്റേഷൻസ് ഉണ്ടാണ്. കോളിംഗ് ആണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഹൈ സ്പീഡിൽ ഡാറ്റ റേറ്റും നമുക്ക് ഹൈ സ്പീഡ് മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ക്ലോസർ ആയിട്ട് തന്നെ ടവറും ബേസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. താങ്ക് യു.